വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് അതുല്യ നേരിട്ടത് കൊടിയ പീഡനമാണെന്ന് വിലയിരുത്തുന്നു. ഈ വീഡിയോ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ അന്വേഷണത്തിന്റെ ഭാഗമായി അടിയന്തരമായി കണ്ടെത്തണം. അവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കണം. അതുല്യയുടെ അമ്മയുടെയും അനുജത്തിയുടെയും വിശദമൊഴി വീണ്ടും രേഖപ്പെടുത്തണം. സതീശിനെതിരെ നേരത്തെ ശാസ്താംകോട്ട പോലീസിൽ ലഭിച്ച പരാതികളെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചു. വിവാഹത്തിന് തൊട്ടു പിന്നാലെ മുതൽ സതീശ് പീഡനങ്ങൾ ആരംഭിച്ചു. കഴിഞ്ഞ 10 വർഷമായി അതുല്യ നേരിട്ടത് കൊടിയ പീഡനമാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിനാൽ സതീശിനെ നാട്ടിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യണം. അതിനുവേണ്ടി എംബസിയുടെ സഹായം ചേരും. ഇയാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതുല്യയെ ആരോ അപായപ്പെടുത്തിയിരിക്കാം. ഇതായിരുന്നു സതീശിന്റെ ഇന്നലത്തെ പ്രതികരണം. ഈ പ്രതികരണം സതീശിന് രക്ഷപ്പെടാനുള്ള അടവാണെന്ന് കുടുംബം വിശ്വസിക്കുന്നു. മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയണ്ടായോ? ഇപ്പോൾ ഞാൻ അല്ലെങ്കിൽ അവൻ കൊന്നു അല്ലെ അവളെ ഇങ്ങനെ അവന് പറയാൻ പറ്റുമോ? അതിനുവേണ്ടി എന്തെങ്കിലും പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് യാതൊരു കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോ കോളിലൂടെ മകളെ പഠിപ്പിച്ചിരുന്നത് അതുല്യായിരുന്നു. ഇനി 10 വയസ്സുകാരിയായ ആ മകൾക്ക് ആരുണ്ടെന്ന് വിതുമ്പലോട് ചോദിക്കുന്നു അച്ഛൻ. അവൾക്കുള്ള സംശയങ്ങൾ ചോദിക്കുന്നു, എഴുതുന്നു. എൻ്റെ മോള് അവിടെ അങ്ങനെ ഇനി അവളെ പഠിപ്പിക്കാൻ ആരുണ്ട്? എൻ്റെ കുഞ്ഞുമോളെ, എൻ്റെ ആരാധ്യയെ പഠിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ? വീഡിയോ കോൾ വിളിച്ചിട്ട് അവളെ ആര് പഠിപ്പിക്കും? എൻ്റെ മോൾ അങ്ങനെ ഉള്ളൂടായിരുന്നു. കുഞ്ഞിനോട് എത്ര സ്നേഹമുള്ളൂടായിരുന്നു. മകൾ അങ്ങോട്ട് ചോദ്യം ചോദിക്കുന്ന, അമ്മയോട് ഉത്തരം കൊടുക്കുന്ന ആ വാത്സല്യപരമായ ഉത്തരങ്ങളൊക്കെ കേട്ടു. ഇനി അതൊന്നും ഉണ്ടാവില്ലല്ലോ ഈ വീട്ടിൽ. എൻ്റെ മോൾ ഈ വീട്ടിൻ്റെ വിളക്കായിരുന്നു, ഈ വീടിൻ്റെ ശബ്ദമായിരുന്നു, ഈ വീട്ടിൻ്റെ ദീപവും നാദവും എല്ലാം അവളായിരുന്നു. അവളില്ലെങ്കിൽ ഇനി ഈ വീടില്ല എന്നുള്ള രീതി എനിക്ക് അത്ര തമാശയും കളിയും ചിരിയുമായിരിക്കും. അപ്പോൾ ഈ വീടിൻ്റെ വിളക്ക് അണഞ്ഞു. പ്രതിയെ നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് NK പ്രേമേന്ദ്രൻ MP കേന്ദ്രത്തെ സമീപിച്ചു. നടപടികൾ പൂർത്തിയാക്കി അടുത്ത ദിവസം തന്നെ മൃതദേഹം നാട്ടിലെത്തിക്കാനാണ് നീക്കം. ക്യാമറമാൻ ഷാനവാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.